കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പേരുകൊണ്ടുപോലും സുഗന്ധം പരത്തുന്ന ഒരിടമുണ്ട് കൊല്ലത്ത്. വിശാലമായ കായൽപ്പരപ്പും കണ്ടൽക്കാടുകളും നിറഞ്ഞ സാമ്പ്രാണിക്കൊടി ദ്വീപ്. സഞ്ചാരികൾക്ക് അത് ഇഷ്ട ഇടമായി മാറിയിട്ട് കാലങ്ങളായി. സാമ്പ്രാണിക്കൊടി ടൂറിസം മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കൊല്ലത്ത് നിന്ന് എസ് വിനേഷിന്റെ റിപ്പോർട്ട്. വർഷങ്ങൾക്ക് മുൻപ് കണ്ടൽ ചെടികൾ വളർന്ന് മനോഹരമായ പച്ചപ്പിന്റെ തുരുത്ത് രൂപം കൊണ്ടതോടെ ജനങ്ങൾ ഇവിടെ സാമ്പ്രാണിത്തുരുത്തെന്ന് പേരിട്ട് വിളിച്ചു. DTPCയുടെ നിയന്ത്രണത്തിലുള്ള ഇവിടേക്ക് സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ സാമ്പ്രാണിക്കോടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനത്തിലും ബസ് സർവീസുകളിലും അഞ്ചാലമ്മൂട് വഴി പ്രാക്കുളം സാമ്പ്രാണിക്കോടി എന്ന ഈ മനോഹര തീരത്തേക്ക് എത്താം. ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് വിശാലമായ കായൽപ്പരപ്പിലൂടെ ബോട്ട് യാത്ര ചെയ്തു വേണം സാമ്പ്രാണിക്കോടി ദ്വീപിലേക്ക് എത്താൻ. ജില്ലയിലെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ കായലിന്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഇതിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഓണസമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇത്. എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത? ശരിക്കും പറഞ്ഞു പ്രത്യേക ജനങ്ങൾ വന്നിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഇത് തന്നെ. ആസ്വദിക്കുന്നവര് നമ്മുടെ ഇതിൽ ഈ വെള്ളത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വള്ളത്തിലും മറ്റു ബോട്ടുകളിലൊക്കെ പോയല്ലേ ആസ്വദിക്കുന്നത്. ഇത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവര് നല്ല രീതിയിൽ ആസ്വദിച്ചാണ് തിരിച്ചു പോകുന്നത്. വലിയ കാഴ്ചയൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു എവിടം വരെ ഉണ്ട് ഇതേപോലെ ഈ പ്രദേശം മൊത്തം ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡും ഒക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ തന്നെ. ഒരുപാട് വ്യാപാരികൾ അതെ വള്ളത്തിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചേട്ടൻ ഇവിടെ വിളിക്കുന്നുണ്ട്. ചേട്ടാ, വള്ളം എങ്ങനെയാ? പാക്കേജ് എങ്ങനെയാ? പാക്കേജ് 50 രൂപ ഓട്ടമുണ്ട്. 3 ഐലൻഡ് കണ്ട് കറങ്ങി വരും. 3 ഐലൻഡ് പിന്നെ കണ്ട് കറങ്ങി വരും 50 രൂപ. കണ്ണൂർക്കാടിന് അകത്തൂടെ ഒക്കെ പോയി അരമണിക്കൂർ ഇറങ്ങി വരും 100 രൂപ. വള്ളത്തില് കുഴപ്പമില്ലാത്ത ഓട്ടത്തിന് ഓണമായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഓട്ടം നടന്നു. കുഴപ്പമില്ല. 3 ഐലൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് തോമസ് ഐലൻഡ്, ഒന്ന് ഫാത്തിമ ഐലൻഡ്, ഒന്ന് സെന്റ് ജോർജ് ഐലൻഡ്. 3 ഐലൻഡുകളിലൂടെ യാത്ര ചെയ്ത് പോകാനുള്ള വള്ളത്തിന്റെ ഒരു പാക്കേജ് ഒക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം 5:30 വരെയാണ് ഇതിന്റെ ഒരു പ്രവർത്തന സമയം. ഇവിടുത്തെ ഐലൻഡ് 5:30 കൂടി ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഈ ഇവിടെ നെല്ലിക്കയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നെല്ലിക്കയൊക്കെ വളരെ ടേസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ നെല്ലിക്ക തീർന്നു പോയി അല്ലേ ചേച്ചി? ഒരുപാട് പേര് ഉപ്പ് പിടിച്ചിട്ടുണ്ടോ? അടിപൊളി നെല്ലിക്കയാണ്. പക്ഷെ ഇത് മുളകുണ്ടോ ചേച്ചി? ആൾക്കാരൊക്കെ വന്ന് വാങ്ങാറുണ്ടോ നെല്ലിക്കൊക്കെ? നെല്ലിക്കാണ് പ്രിയ. ഇച്ചിരി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വന്ന നെല്ലിക്ക കൂടുതലായിട്ട് മേടിക്കും. പിന്നെ ഞായറാഴ്ച വരുമ്പോ കല്ലിമ്മക്കായി ഫ്രൈ ചെയ്തതും കപ്പ ഇവിടുത്തെ ഫ്രഷ് സാധനം അന്നേരം ചൂടോടെ അവര് കൊടുക്കാം. വീട്ടിൽ നിന്ന് ചെയ്തോണ്ട് വരും. പക്ഷെ അത് ഉച്ചയോടെ തന്നെ തീരും. എന്നിട്ട് ഫ്രഷ് സാധനമല്ലേ, ഉച്ചയോടെ തന്നെ അതങ്ങ് തീരുകയും ചെയ്യും. അതാണ് മെയിനായിട്ട്. പിന്നെ മാങ്ങ, ഇത് പൊതുവേ ഉള്ളതല്ലേ മാങ്ങയൊക്കെ. മെയിനായിട്ട് കപ്പയും. അപ്പോ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. കല്ലുമ്മക്കായും കപ്പയും കൂടെ കൂട്ടി നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മളെ ആശ്രമത്തിനകത്ത് വന്നയാ. ഫ്രണ്ട്സിനെ വിളിച്ചാൽ അവർ പറഞ്ഞു ഇവിടെ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരും. ഇഷ്ടപ്പെട്ടു. 100 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 100 കിലോമീറ്റർ ഓടിയാ വന്നത്. നല്ല സ്ഥലം. അപ്പൊ സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെയാണ് തിരിച്ച് പോകുന്നതും. അതെ. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.